ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും പയറും എലിശ്ശേരിയാണ്. മത്തങ്ങയും പയറും എലിശ്ശേരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഇത്രയും സിമ്പിളായതാണല്ലോ എന്ന്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഡിഷ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ മത്തങ്ങ, പയറ് കുതിർത്ത് വെച്ചതാണ്. പിന്നെ അരപ്പിന് ആവശ്യമായത് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ജീരകവും ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അരപ്പിന് ആവശ്യമായ ചേരുവകൾ: ഉള്ളി കടുക് പൊട്ടിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തേങ്ങ കുറച്ച് വറുത്തിടുന്നുണ്ട്. അതിനാണ് ഒരു 5 സ്പൂണോളം തേങ്ങയാണത് അതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് വറുത്ത് ഇടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. അതുപോലെ പയറ് വേവിച്ചെടുക്കാം. പയറ് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. നമുക്ക് നേക്ക വെള്ളം വെച്ചിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നാലേ പയറ് വെന്ത് കിട്ടുള്ളൂ. നമുക്ക് പയറും വേവിച്ച് അരപ്പും തയ്യാറാക്കിയിട്ട് വരാം. കുക്കറിലേക്ക് ഞാൻ പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേക്ക വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിൽ തയ്യാറാക്കേണ്ട, എന്നാലും പയറിലേക്ക് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പയർ വേവിച്ചെടുത്തിട്ട് വരാം. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. ഇതിനകത്ത് അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് നമ്മുടെ പയറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. മറ്റേതാകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് ഒരു വിസിലടിച്ച് ഓഫ് ചെയ്താൽ തന്നെ മത്തങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞോളും. നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. പയറിൽ ആ വെള്ളം ഉള്ളതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കണമെന്നില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഓൾറെഡി മത്തങ്ങ പയറെന്ന് പറഞ്ഞാൽ അധികം വെള്ളമായിട്ടുള്ള ഒരു കറിയല്ലല്ലോ, കുറുകിയിരിക്കുന്നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ കുറവാണെങ്കിൽ അന്നേരം ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം, മൺചട്ടിയിലേക്ക് മാറ്റുകയും ചെയ്യാം. നമുക്ക് ദാണ്ട മത്തങ്ങ നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് നോക്കി നോക്കാം. ശകലം ഉപ്പ് കൂടി ചേർക്കണം, നമുക്ക് ഉപ്പ് കുറവാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ഇട്ട് കൊടുക്കണം. രണ്ടിലേ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചും കൂടി ഇങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുന്നതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്ര മതിയാവും. ഇതിൽ നിന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് ആ തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ശകലം കൂടിയാലും കുഴപ്പമില്ല. നമുക്കതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് തേങ്ങ വറുക്കാം. ഇതാണ്ടില്ലേ, ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതേ ഈ പാനിൽ തന്നെ നമുക്ക് ആ തേങ്ങയും കൂടി വറുത്തെടുക്കാം. നമുക്ക് ആ കടുക് വറുത്ത അതേ പാനിലേക്ക് തന്നെ ആ തേങ്ങ ഇട്ട് വറുത്തെടുക്കണം. ഒരു 5 ടീസ്പൂൺ മതി തേങ്ങ. അതിൻ്റെ മുകളിൽ നമുക്ക് വെതറി കൊടുക്കാനാണ്. നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു അരമുറി തേങ്ങ വരെ ആവാം. അപ്പോൾ അത് അത്ര തേങ്ങ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 5 സ്പൂൺ ഇടുന്നുള്ളൂ. തേങ്ങയുടെ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടാം. പിന്നെ ഇതിനകത്ത് മുളക് വേണമെങ്കിൽ വറുത്തിടാം. പിന്നെ കൊച്ചുങ്ങൾക്ക് മുളകൊന്നും അത് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാത്തത്. അത് നമ്മുടെ ഇഷ്ടം വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് തേങ്ങ അതിനകത്ത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ മത്തങ്ങ പയർ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. മത്തങ്ങയും പയറും കുക്കറിലായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട. പിന്നെ തേങ്ങ വറുത്തിടാൻ മാത്രം കുറച്ച് സമയം മതി. വറുത്തിടാത്തവരൊന്ന് വറുത്ത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് തേങ്ങ ഇടയ്ക്കൊന്ന് കടിക്കുന്നത്. പിന്നെ മുളക് വേണ്ടവർക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടാതിരുന്നത്. വേണ്ടവർക്ക് മുളക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.